എല്ലാം ഓക്കെയെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും മലബാറിൽ +1 പ്രതിസന്ധി ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ്. +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ കണക്കുകൾ പുറത്തുവന്നപ്പോൾ മലപ്പുറം ജില്ലയിൽ 10,000-ഓളം വിദ്യാർത്ഥികൾ ഇനിയും പുറത്തുതന്നെയെന്നാണ് മനസ്സിലാവുന്നത്. സംസ്ഥാനത്താകെ 57,712 അപേക്ഷകരാണുള്ളത്. മലപ്പുറത്ത് 16,881 അപേക്ഷകരുണ്ട്. പാലക്കാട് 8,139 കോഴിക്കോട് 7,192 അപേക്ഷകർ. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ നൽകാനുള്ള സമയം ഇന്നലെ കഴിഞ്ഞിട്ടും അപേക്ഷകളുടെ കണക്കുകൾ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടിരുന്നില്ല. ഇന്ന് രാവിലെ പുറത്തുവന്ന കണക്ക് നൽകുന്ന സൂചനയാകട്ടെ മലബാറിലെ സീറ്റ് പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുമെന്നും. 16,881 അപേക്ഷകരുള്ള മലപ്പുറത്ത് 6,937 സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് 9,000-ലധികം സീറ്റുകളുടെ കുറവ്. പുതിയ ബാച്ചുകൾ അനുവദിക്കുകയാണെങ്കിൽ തന്നെ 200-ലധികം ബാച്ചുകൾ മലപ്പുറത്ത് മാത്രം അനുവദിക്കേണ്ടി വരും. പാലക്കാടും കോഴിക്കോടും സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിയുമ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നായിരുന്നു മന്ത്രിയുടെ അവകാശവാദം. എന്നാൽ ഇവിടെയും സ്ഥിതി മറിച്ചല്ല. പാലക്കാട് 8,139 പേരാണ് സീറ്റിന് അപേക്ഷിച്ചിട്ടുള്ളത്. എന്നാൽ 3,712 സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കോഴിക്കോട്ടാകട്ടെ 7,192 അപേക്ഷകർക്കായി 4,888 സീറ്റുകളും. തെക്കൻ ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിലാണ് മലബാറിൽ സീറ്റ് പ്രതിസന്ധി രൂക്ഷമാകുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പത്തനംതിട്ടയിൽ 2,609 സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. 478 സീറ്റുകളിലേക്ക് ഇവിടെ സപ്ലിമെന്ററി അപേക്ഷകരുള്ളൂ. നിയമസഭ നടക്കുന്ന പശ്ചാത്തലത്തിൽ കണക്കുകൾ സഭയ്ക്ക് മുന്നിലും അവതരിപ്പിക്കപ്പെടും എന്നതിനാൽ സർക്കാർ എത്ര സീറ്റുകളാണ് അനുവദിക്കുക എന്നത് നിർണായകമാകും. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.